we welcome one and all to the prestigious 3rd Professor Dr. N. Balsala Memorial Award Function 2014. Professor Dr. N. Balsala Memorial Award is instituted by Qualified Private Medical Practitioners Association, Trivandrum Chapter. The award is named after Dr. Balsalam, who was renowned not only for his medical knowledge but also for his care and compassion for fellow human beings. He was a gifted surgeon, a talented teacher, and an able administrator. I'd like to say a few words about Dr. T.M. Paul, who was the founder member of QPMP. Private hospitals and private doctors are considered a taboo by the government sector, which it is high time that changes, because we are both equally responsible for giving and maintaining quality health care in the state. Welcome Professor K.P. Haridas, who is the recipient of today's award. He's an eminent surgeon, in fact a surgeon par excellence, who spent several years training abroad and working in some of the most prestigious institutions in the UK. It is only right that somebody of his stature receives Dr. Professor Balsalam Award today. Welcome, sir. May I now invite Dr. Chandra Mohan, Additional Professor, Regional Cancer Center, to give an introduction of this year's award winner, Professor Dr. K.P. Haridas. Priyapetta Rajetan, O. Rajagopal sir, Haridas sir, Devin, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രമുഖ വ്യക്തികളെ, ഹരിദാസ് സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തുകാർക്ക് രാജഗോപാൽ സാറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞു പോയിരിക്കും. കാരണം ഡോ രാജഗോപാൽ പൊളിറ്റിക്സിൽ എത്രത്തോളം ഫേമസ് ആണോ അതുപോലെ തന്നെ മെഡിക്കൽ രംഗത്തും രോഗികളുടെ ഇടയ്ക്കും വളരെയധികം പ്രശസ്തനായ ഒരു വ്യക്തിയാണ് ഡോക്ടർ ഹരിദാസ്. ഡോക്ടർ ഹരിദാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെഡിക്കൽ കോളേജിലെ ഒരു പ്രൊഫസറായിരുന്നു. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഹരിദാസ് സാറിനെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ ഏതാണ്ട് മെഡിക്കൽ സർജറി പരിശീലന സമയത്ത്, ഞാനൊരു സർജനാണ്, ഞങ്ങൾ സർജറി പരിശീലനത്തിൽ എത്തിയപ്പോഴത്തേക്കും ഹരിദാസ് സാർ മെഡിക്കൽ കോളേജ് സർവീസ് വിട്ടുപോയിരുന്നു. എങ്കിലും അതിനുശേഷം വളരെയധികം സാറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു ഡോക്ടർ, പ്രശസ്തനായ ഒരു ഡോക്ടർ എന്ന് പറയുമ്പോഴും ആ ഡോക്ടർ സാധാരണ രോഗികളുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ ഫേമസ് ആവുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ സഹപ്രവർത്തകർക്കിടയ്ക്ക് അല്ലെങ്കിൽ മറ്റ് സർജൻസിനിടയ്ക്ക് പലപ്പോഴും ആ ഡോക്ടർമാർ അത്ര ഫേമസ് ആയിക്കൊള്ളണമെന്നില്ല. എന്നാൽ ഡോക്ടർ ഹരിദാസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡോക്ടർമാരുടെ ഇടയിൽ, രോഗികളുടെ ഇടയിൽ എന്നതുപോലെ തന്നെ ഡോക്ടർമാരുടെ ഇടയിലും ഇത്രയധികം പിയർ റെക്കഗ്നിഷൻ കിട്ടിയിട്ടുള്ള ഒരു സർജൻ വേറെ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഹരിദാസ് സാറിൻ്റെ കൂടെ ഞങ്ങൾക്ക് അധികം ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഞങ്ങളുടെ പല വലിയ ഡോക്ടേഴ്സിനെ, ഞങ്ങളുടെ RCC ഇപ്പോഴത്തെ ഡയറക്ടർ പോൾ സെബാസ്റ്റ്യൻ സാറിനെ ട്രെയിൻ ചെയ്ത് സർജറിയിലേക്ക് കൊണ്ടുവന്നത് ഹരിദാസ് സാറാണ്. അതുപോലെ തന്നെ RCCയുടെ ഇതിന് മുമ്പത്തെ ഡയറക്ടർ ഡോക്ടർ രാജൻ, എപ്പോഴും രാജൻ സാറിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സർജനാവുക എന്നുള്ളതായിരുന്നു, പക്ഷെ നടന്നില്ല. അപ്പോൾ അതിനൊക്കെ ഒരു വലിയൊരു മോട്ടിവേഷൻ എന്നുള്ളത് ഈ ഹരിദാസ് സാറായിരുന്നു. ഹരിദാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സർജിക്കൽ സ്കിൽ, അപ്പോൾ എനിക്ക് 2 ഉദാഹരണങ്ങളാണുള്ളത്. സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള വളരെ ജൂനിയർ ലെവലിൽ വർക്ക് ചെയ്ത 2 ഡോക്ടേഴ്സ് എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. അതിൽ ഒന്ന് സിബി പുന്നൂസ് എന്ന് പറയും, ഹീസ് എ പ്ലാസ്റ്റിക് സർജൻ, ആൻഡ് മറ്റത് വേറെ ആരുമല്ല, ഡോക്ടർ ഡെവിൻ പ്രഭാകർ. ഡെവിൻ പ്രഭാകർ MBBS കഴിഞ്ഞിട്ട് ഒഫ്താൽമോളജിയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ വളരെ കാലമായിട്ടുള്ള ഫ്രണ്ട്സാണ്, ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ സാറിൻ്റെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിനെ കുറിച്ച് ഡെവിൻ ഡിസ്ക്രൈബ് ചെയ്യുന്ന കേൾക്കുമ്പോൾ എനിക്ക് അറിയാമെന്നറിയില്ല, നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. സർജറി എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു ശാസ്ത്രശാഖ എന്നതിലുപരിയായിട്ട് ഒരു ആർട്ട് കൂടെയാണ്. ഒരു ശില്പി എങ്ങനെയാണോ ഒരു ശില്പം കടഞ്ഞെടുക്കുന്നത്, ഒരു പെയിൻറ്റർ എങ്ങനെയാണോ ഒരു പെയിൻറ്റിങ് നടത്തുന്നത്, അതുപോലെ തന്നെയാണ് സർജൻ്റെ സ്കാൽപ്പിലും സഞ്ചരിക്കുന്നത്. ഈ ഒരു ആർട്ടിൽ തികച്ചും അഗ്രഗണ്യനാണ് പ്രൊഫസർ ഹരിദാസ്. കാരണം അദ്ദേഹം മാത്രമല്ല, സർജൻ ഡീൽ ചെയ്യുന്നത് ഹ്യൂമൻ ലൈഫുമായിട്ടാണ്. അപ്പം ആ ഓപ്പറേഷൻ സമയത്ത് നടക്കുന്ന ചെറിയൊരു എറർ മതി രോഗിക്ക് നഷ്ടങ്ങളുണ്ടാകാനും പറ്റും. അതുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു തികച്ചും വ്യത്യസ്തമായൊരു മുഖമാണ് ഹരിദാസ് സാർ കാണിക്കുന്നത്. വളരെ 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 സ്ട്രിക്റ്റാണ്. ഒരു ഇൻസ്ട്രുമെൻ്റ് കാര്യത്തിലും സാർ കോംപ്രമൈസ് ചെയ്യത്തില്ല. മാത്രമല്ല, പലപ്പോഴും ഡെവിൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സാറിങ്ങനെ വെട്ടിയിടുന്ന തുണ്ടുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതെല്ലാം ഒരേ ലെങ്ത്തിലായിരിക്കും. അപ്പം എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ സാറിൻ്റെ ഇംഗ്ലണ്ടിലും മറ്റുമുള്ള ട്രെയിനിങ് കൊണ്ടായിരിക്കണം ആ വളരെ വളരെ ബൃഹത്തായ സർജിക്കൽ സ്കിൽ സാറിനുണ്ടായിരുന്നു. അത് തിരുവനന്തപുരത്തെ സർജന്മാർക്കെല്ലാം അറിയുന്ന ഒരു വസ്തുതയാണ്. മാത്രമല്ല, സാറിനെ കുറിച്ച് ഞാൻ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം
സർജറി അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് എല്ലാ പ്രാവശ്യവും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ്. നമ്മുടെ മെഡിക്കൽ കോളേജിലെ പല പ്രൊഫസർമാരും ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പലപ്പോഴും ഈ ഒരു മാറുന്ന പ്രവണതയ്ക്കനുസരിച്ച് അപ്ഡേറ്റ് ആവാനായിട്ട് കുറച്ച് വിമുഖത കാണിച്ച് വരുന്നുണ്ട്. എന്നാൽ സാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ എന്തെല്ലാം ടെക്നോളജിയാണോ ഈ പുതുതായിട്ട് വരുന്നത്, എനിക്ക് അറിയാം ഒരു 10-20 വർഷം മുമ്പ് ആദ്യമായിട്ട് കീ ഹോൾ സർജറി വന്നപ്പോൾ തന്നെ അതിൽ ആദ്യമായിട്ട് ചാടി പിടിച്ചതും അത് പ്രാവീണ്യം സിദ്ധിച്ചതും സാറാണ്. കീ ഹോൾ സർജറി ഒരു കീ ഹോൾ സർജറിയിൽ വളരെയധികം വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടായിരിക്കണം എനിക്ക് ആ സാറിൻ്റെ ഒരു ശിശുവിൻ്റെ നിഷ്കളങ്കതയോടെ ആ ഒരു പുതിയൊരു രീതി പഠിക്കുന്നതിന് സാർ ട്രാവൽ ചെയ്യുന്നതും പലപ്പോഴും ഞാൻ ഇന്ത്യയിൽ നടക്കുന്ന കോൺഫറൻസിൽ അറ്റൻഡ് പോകുമ്പോൾ സാറും കൂടെ വരാറുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇത്രയും സീനിയർ ആയിട്ടുള്ള സാർ ഇങ്ങനെ ഒരു കോൺഫറൻസ് വന്ന് കേട്ട് ഇതൊക്കെ പഠിക്കാൻ വേണ്ടി ട്രാവൽ ചെയ്യുന്നുള്ളത് ശരിക്കും ഒരു ഭിഷഗ്വരൻ്റെ മുദ്ര എന്ന് പറയുന്നത് കൂടുതൽ നോളജ് നേടിക്കൊണ്ടിരിക്കുക. ഈ ഒരു പ്രത്യേകത തന്നെയാണ് ഞാൻ ബൽസലം സാറിനും കണ്ടിട്ടുള്ളത്. ബൽസലം സാറ് ഇപ്പം ഞങ്ങളുടെ സർജറി മീറ്റിംഗ് നടക്കുമ്പോൾ സാർ റിട്ടയർ ആയി കഴിഞ്ഞു, വർഷങ്ങളായി കഴിഞ്ഞു, വളരെ വയസ്സായി കഴിഞ്ഞു, എന്നാലും സാർ എല്ലാ മീറ്റിംഗ്സിനും വന്നിരുന്നത് കേൾക്കുമായിരുന്നു. അപ്പം ശരിക്കും ആ വത്സലം സാറിൻ്റെ പേരിൽ തുടങ്ങിയ ആ ഒരു അവാർഡ് ഹരിദാസ് സാറിന് കിട്ടുന്നതോടെ ഒരു ചക്രം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പം തികച്ചും എനിക്ക് തോന്നുന്നു അവാർഡ് QPMPയുടെ ബത്സലം അവാർഡ് വളരെയധികം ഫേമസ് ആയിട്ടുള്ള അവാർഡാണ്. എന്നാൽ ആ അവാർഡ് ഹരിദാസ് സാറിന് കൊടുത്തത് വഴി അവാർഡ് തന്നെ ഒന്നുകൂടെ ഫേമസ് ആയിരിക്കും. ഇത്രയും ഈ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഞാൻ ഈ ഹരിദാസ് സാറിനെ ആ ഹരിദാസ് സാറിനെ പരിചയപ്പെടുത്തുന്ന പുരോഗതി ഞാൻ ചെയ്യുന്നില്ല. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറയുകയാണ് ചെയ്തത്. നമസ്കാരം. ഇന്ന് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഡോക്ടർ ഹരിദാസിന് അവാർഡ് കൊടുക്കണം എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാൻ ഞാൻ ആളല്ല. എനിക്ക് അദ്ദേഹത്തിൻ്റെ കഴിവിനെ പറ്റി അറിഞ്ഞുകൂടാ. കാരണം ഞാൻ പ്രവർത്തിക്കുന്നത് വേറൊരു മേഖലയിലാണ്. പക്ഷേ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നെനിക്ക് ബോധ്യമുണ്ട്. കാരണം അവാർഡ് കൊടുക്കുന്നത് അതിന് ഏറ്റവും അർഹരായിട്ടുള്ള ക്വാളിഫൈഡ് മെഡിക്കൽ പ്രാക്ടീഷേഴ്സ് അസോസിയേഷനാണ് കൊടുക്കുന്നത്. ക്വാളിഫൈഡാണ്, അസോസിയേഷനാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് കൂട്ടായി ആലോചിച്ച് ഉള്ള ഒരു നിർണയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ആ സാഹചര്യത്തിൽ അത് ഏറ്റവും അർഹതയുള്ള ആൾക്ക് തന്നെയാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത് എന്ന് നിങ്ങളെല്ലാവരും സമ്മതിക്കുന്നതായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. താൻ ചെയ്യുന്ന തൊഴിലിൽ അത്രയും പ്രാവീണ്യം നേടിയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടാവുള്ളൂ. ആ കഴിവ് നമ്മളെല്ലാവരും വളർത്തിയെടുക്കണം. എടുത്തിട്ടുള്ള ഒരാളെയാണ് നിങ്ങൾ ഇന്ന് ആദരിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞാൻ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ആ ഗുണവിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രവർത്തനത്തിൽ മാതൃകയാവട്ടെ, എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിട വാങ്ങുന്നു. നിങ്ങൾക്ക് വിനീതമായ Esteemed Chief Guest Sri O. Rajagopal, QPMBA President Dr. Saroja Nair, Secretary Dr. Devin Prabhakar, Award Committee Sri Madhu Nair, Sri Vasantan Balsalam, Dr. Chandramokh Mohan, oncologist RCC. Here the people for felicitations, Madhubhumi Bureau Chief Shekharan Nair, a friend of mine, good evening. Dr. Biju Pillai, Sri Balagopal, and then my most respected teacher, Professor Balraman Nair, Leelamani Ambrose, Professor, Dr. Alphonse Liguri, other distinguished invitees, ladies and gentlemen. I am really humbled by the
kind words, nice words by Dr. Chandra Mohan. Thank you, Dr. Chandra Mohan. Thank you. I'm really honored to be here receiving this prestigious award in the name of a great surgeon, Professor Balsalam. And I'm also exceedingly happy to receive this from the most distinguished person, Sri O. Rajagopal. This award is so precious to me. Probably that is one of the invaluable awards I have received in my career. Not many, but there are few. But this is the most precious one for me. Then I must thank the jury award committee for selecting me to this great honor. Professor Balsalam was a role model in life as well as in medical profession, especially as a surgeon of great order and medical ethics. He was compassionate, he was caring, not only his patients, but also the people around him, his assistants, his students, co-workers, irrespective of their status. He was a perfect human being, extraordinary person. I believe we will not be able to see such a person in the medical profession for many years to come. There is no replacement for Professor Balsalam. He is the one and the only Balsalam. About his family, I am very close with his family. Madam Nirmala Balsalam, Professor Leelamani Ambrose, his sister-in-law, his three sons, Mr. Vasantan Balsalam, Dr. Manoharan Balsalam, who is a surgeon, and Santosh Balsalam. And one more thing I wanted to add actually before going to the family, about the humility and the simplicity, empathy, kindness. You can go on adding for Dr. Balsalam. Every compliment he deserves, he fits into all those compliments. And apart from all this, he used to break very interesting anecdotes, and he was silently witty as well. I do not know how many people know about it. And this family, when I say actually Dr. Manoharan, who is a surgeon, he was a close associate with me. He worked with me as a junior colleague. He was there always with me in the Medical College, Trivandrum. And he had assisted me in many major operations, including liver surgery. As you all know, liver surgery takes several hours, and one may feel uncomfortable after a few hours actually,
but he always stood by me with a solid composure and supported me. He is not in India right now, he is abroad. I'm close with his family as well. He has a very brilliant daughter, and Dr. Manoharan and myself used to go for conferences and workshops, especially when the minimally invasive surgery, laparoscopic surgery came into vogue. That was in the early 90s. We used to go to Madras, now Tirunelveli, attending many workshops. I always hoped if he had been with me, I would have been so happy. I would have been doing a lot of surgery. And he was very keen learning laparoscopic surgery. As you all know, the minimally invasive surgery, laparoscopic surgery is the rule of the day. This is the present day surgery. It is not the conventional open surgery. And there are many more in minimally invasive surgery, not only laparoscopic surgery, thoracoscopy, arthroscopy. You can, in every area, in the veins you have radio frequency, piles you have stapler surgery, and so on and so forth. And so some point of time, I hope he will join me. I had shared a lot of my experience and skill with him, and he fondly remembers with respect. Recently, I had an opportunity to be in the British Parliament with my son Harish, who is an Oxford alumni, a function organized by the BSICC, that's the British South India Chamber of Commerce. And I was fortunate to receive a Lifetime Achievement Award from Lord Swaraj Paul in the British Parliament. That was on the 10th of July last month. And Swaraj Paul, as you know, is the life peer and member of House of Lords. And we also had the opportunity to speak myself on new models in healthcare, and Harish spoke about business opportunities in Kerala. They were exploring possibilities of associating in various sectors in India, South India especially, Andhra Pradesh, Tamil Nadu, Kerala, Karnataka. And one of the things I spoke was like this, few things I tell you for information. That is, as Dr. Sarojana said, actually preventive health care. We have several opportunities in preventive health care to associate with Britain. Then I was telling them about a single specialty hospital. That is an area for the small and medium-sized hospitals to survive and flourish probably. Now the big corporates are coming. The medium-sized and small ones might probably take a natural death, die down. They might stop. The only way is to go in for a single specialty hospital. The advantage is less manpower, less infrastructure, less investment, and easy to manage. That is one area we can think about. The other thing is obesity on the increase world over. India is catching up also. Easily, we have 1.2 billion people. We have easily 120 million people who are
obese and overweight. Easily 60 million people are obese. This is a dreadful disease, probably deadlier than terrorism. More people die of obesity. That's the root cause of most diseases like type 2 diabetes. You can name anything: hypertension, heart disease, infertility, back pain, so on and so forth, sleep apnea, etc. Obesity centers of high quality, this is very important. Then training centers for laparoscopic surgery, obesity surgery, and robotic surgery is on the doorstep, and we are far behind. As Malayalis, we are far behind in accepting any new change. Actually, they are happy with what they have, and they are not bothered about the change, what is happening around. The Tamilians have picked up more of minimally invasive surgery, much more than what we do. If you count the number of surgeons who do minimally invasive surgery in Kerala, you can count the number. There's very few. And it's very unfortunate. That's the surgery of the day. And then another area, I was telling them, we don't have any standardization for hospitals. Everybody has got a standard. KIMS will have their standard, LOTS will have their standard, PRS will have their standard. We don't have any proper standardization. In England, there is a system, there is a program called NICE program. NICE, National Institute for Clinical Excellence. They give guidelines for hospitals, how it should be. So I was telling, that's an area where we can work on nice guidelines. They can come and probably have centers, and we can have a good system developed, standardization of the system. And we don't have any standardization in medical teaching. So many medical colleges come, everybody with some money, few acres of land, big buildings, you get sanctioned. So we don't have standardization. So the best way you can probably, I was telling them, mutual exchange programs for medical students between Britain and India, other countries. And also we can equip with their support and private equity support, develop the fantastic infrastructure. If you take the medical colleges and general hospitals we have, the infrastructure that is thousands of, tens of thousands of crores worth. And if they are equipped properly with the modern equipment and with trained surgeons, could be from Western countries as well, exchange program, you can develop these public sector hospitals, and the insurance companies will recognize and they will pay. The government will make money, patient benefits, everyone benefits. And those are some of the areas I was talking about. This is what I remember. So we had an opportunity to talk about health models in Kerala, South India, where we can collaborate with Britain. And my son Harish spoke about business opportunities in Kerala in the British Parliament for more than 20 minutes. So we had a good time there. While we were in the Parliament, Harish received a communication from Dr. Devin Prabhakar asking for sending my biodata and profile for examination by the jury. That was indeed a wonderful coincidence. And I must thank Dr. Devin profusely for taking me to the front of you distinguished people. Thank you, Devin. Thank you so much. I dedicate this award to my wife Usha, who passed away
in last July. Many things, good and bad, it seems, happened in July. I do not know. So she passed away on 3rd July. I joined surgery. I was in the pharmacology department 2 years, from 68 to 70. That time, Dr. Rajan, the second RCC director after Professor Krishna Iyer. He was my student then in the pharmacology department. Then 70, I joined surgery. And it is more than 44 years I've been operating continuously. Even today I can stay 12 hours without doubt. And then I tell people not to ask my age. Then what they do is, they will tell you that the surgeon's hand will shake. He's whatever age he is. So my hands do not shake at all. And that gift I got from somewhere, some gift. So to my wife, Usha, she would have been so happy to see me receiving this wonderful, prestigious award, especially in the name of Professor Balsalam. She knew the family very well. With these words, let me say thank you once again, especially to Rajagopal sir for having come over, and other distinguished personalities. Thank you so much. ബൽസലം സാറിൻ്റെ ഓർമ്മ ദിനത്തിൽ ഇത്രയും വലിയൊരു നിറഞ്ഞ സദസ്സ് വന്നതിന് ആദ്യം നന്ദി പറയുന്നു. ഡോക്ടർ അഭിലാഷ് വസന്തൻ ബൽസലം സാറിൻ്റെ ഗ്രാൻഡ് സൺ ആണ്. എൻ്റെ MBBS കഴിഞ്ഞിട്ട് ആദ്യം ഞാൻ വർക്ക് ചെയ്ത് ഹരിദാസ് സാറിൻ്റെ കൂടെയാണ്. അതാണ് ചന്ദ്രമോഹൻ പറഞ്ഞത്. സാറ് ഇത് ഫ്യൂച്ചർ കട്ട് ചെയ്തിട്ട് ഓരോന്നും ഒരേ അളവിൽ ഇങ്ങനെ അടുക്കി വയ്ക്കുന്നത്. ഹി സോ മെറ്റിക്കുലസ്. അത് ഫ്യൂച്ചർ കട്ടിങ്ങിനാണെങ്കിലും ശരി, ലാപ്പറോസ്കോപ്പിക് സർജറി ആണെങ്കിലും ശരി, ഏത് ചെറിയ കാര്യമാണെങ്കിലും ഹി ഡസ് ഇറ്റ് മെറ്റിക്കുലസ്ലി. ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഓൾ അസ്പയറിംഗ് സർജൻസ് ലൈക്ക് ഡോക്ടർ അഭിലാഷ് should aspire to. That's something we must all, not only as surgeons, even as human beings, try for perfection in small things. Big things usually take care of themselves. ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ കാര്യങ്ങൾ മിക്കവാറെല്ലാം ശരിയായിട്ട് നടക്കും. ചെറിയ കാര്യങ്ങൾ സാറ് കാണിക്കുന്ന ശ്രദ്ധ കാണിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഹരിദാസ് സാറിനെ പറ്റി ഞാൻ പറഞ്ഞു, ആദ്യമായിട്ട് ഞാൻ സാറിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് സാറിന് അവാർഡ് കൊടുക്കാനൊക്കെ എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. സാറിൻ്റെ പേരിലുള്ള ഈ അവാർഡ് 3ാം തവണയും നടത്താൻ QPMBക്കും എനിക്കും അവസരം തന്ന ബൽസലം സാറിൻ്റെ കുടുംബാംഗങ്ങളോട് ഞാൻ നന്ദി പറയുന്നു.